സണ്ണി എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു, ധ്യാനത്തിലാ. ഇതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലേ, ആരെടുത്തത്? കുറച്ചു മുമ്പ് എളിയെടുത്ത് പല്ല് കേൾക്കുന്നുണ്ടായിരുന്നു. ആന്റണി, നിന്നോടൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു സാധനം തൊട്ടു പോരുന്നു. അയ്യേ ഛേ, ഞങ്ങളങ്ങനൊന്നും ചെയ്യൂല. അല്ല ഇവിടെ എഴുസാ. ചിക്കനും മട്ടറും നീ വീട്ടിൽ കയറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് നോയമ്പാണെന്ന് അറിഞ്ഞുകൂടെ? ഈ നോമ്പെടുക്കാന്ന് കരുതി ഞങ്ങൾ തന്നെ ചെയ്യാനാ? നീ തിന്നണ്ടാന്ന് നോക്കണം. ഈ നോമ്പ് ഇതെന്തിനാടാ? ആർക്കറിയാം, വല്ല സ്ഥലക്കച്ചവടം നടക്കാനായിരിക്കും. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ അല്ല, ഇതാരും മാറ്റം ചേട്ടനോ? ഇതെങ്ങനെ ഇവിടെ എത്തി? ഒന്ന് വിളിക്കുപോലും ചെയ്യാതെ. ഓ, ഇപ്പോഴാ എനിക്ക് സമാധാനമായി. നീ ഇവിടെ ഉണ്ടാവുമെന്ന് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യം, നിന്നെ കണ്ടല്ലോ. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അതാ രസം. സത്യത്തിൽ ഞങ്ങള് പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പോഴാണ് നമ്മുടെ പൂത്തുങ്കലെ സന്തോഷില്ലേ, അവനെ കണ്ടത്. അവനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. ഇത് ആന്റണി, ഇത് എഡിസൺ, ഇതെന്റെ നാട്ടുകാരൻ മാർട്ടിൻ ചേട്ടൻ. ഇവനെന്ന് വന്നു? ആ സണ്ണി, ഞാൻ ഇവൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞില്ലേ സണ്ണി, ആകെ ബുദ്ധിമുട്ടില്ല. 10-15 വർഷമായി പ്രവാസിയായിട്ട്. ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടിയെന്നല്ലാതെ ഈ കാലം കൊണ്ട് വേറെ ഒന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ഇവനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത് ലോൺ എടുത്തിട്ടാ. എങ്ങനെയെങ്കിലും ഇവനൊരു ജോലി വേണം. ഇവനിപ്പം വിസിറ്റിംഗ് വിസയിലാ. സണ്ണ് വിചാരിച്ച സണ്ണിയുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി. മാർട്ടിൻ ചേട്ടാ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ വാക്കൻസി ഒന്നുമില്ല. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം. നിനക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? അതെന്നാ വർത്തമാനം മാർട്ടിൻ ചേട്ടാ, നമ്മൾ തമ്മിൽ അങ്ങനെയാണോ? ഞങ്ങൾ പഴയ നാടകസുഹൃത്തുക്കളാണ് കേട്ടോ. സണ്ണി നല്ല നടനാണ്. അയ്യോ അറിയാം, തകർത്ത് അഭിനയിക്കുകയല്ലേ. ഈ നടന വിസ്മയം എന്നൊക്കെ പറഞ്ഞ എവനെ വിളിക്കണം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സണ്ണി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഓ, രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചല്ല പൈസക്ക് മറ്റോ ആണെന്ന്. അല്ല, നീയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിന്റെ കയ്യിൽ 2 വിസയുണ്ടെന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നും? അതെ. എന്നാ പിന്നെ അതിലൊന്ന് ആ പയ്യന് കൊടുത്താ ആ കുടുംബം രക്ഷപ്പെടില്ലേ? അതെങ്ങനെയാടാ ഇവരെ ഇന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് വിസ കൊടുക്കുന്നത്? എന്നാ പിന്നെ വെറുതെ കൊടുക്കണം. അതെ, നിനക്കത് വെറുതെ കിട്ടിയതല്ലേ? നിനക്കൊക്കെ അങ്ങനെ പറയാം. കഴിഞ്ഞ മാസം അഡ്വാൻസ് കൊടുത്ത സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഈ ആഴ്ചയാണ്. ഈ 2 വിസ കൊടുത്തിട്ട് വേണം. എന്നാലും തികയില്ലല്ലോ. ബാക്കി പൈസ എങ്ങനെ സംഘടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു പിടുത്തവും കിട്ടണില്ല. അതിനിടക്കാണ് അവൻ്റെയൊക്കെ ഒരു സത്യത്തിൽ ദൈവം ഉണ്ടോടാ? ഒടുക്കത്തെ ഭക്തിയും കയ്യിലിരിക്കുന്നത് മുഴുവൻ ചെകുത്താൻ്റെ കൂടപ്പിറപ്പുകളും. വെറുതെ അല്ല നാട്ടിൽ മാവോയിസ്റ്റുകൾ ഉണ്ടാവുന്നത്. സാർ, ഞാൻ കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒരു ടാക്സി പോലും ഇല്ല. ദയവായി എന്നെ ബർവാ സിറ്റിക്ക് അടുത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ഞാനിപ്പോൾ തന്നെ കുറച്ച് ലേറ്റാണ്. നിങ്ങൾ അങ്ങോട്ട് കുറച്ച് മാറിയേക്ക്. നിങ്ങൾക്ക് ടാക്സി കിട്ടും. ഞാൻ പ്രാർത്ഥിക്കാം. സാറേ പ്ലീസ്, ഒരു ഹെൽപ്പ്. എനിക്ക് അത്യാവശ്യമായി അവിടെ എത്തണം. എൻ്റെ ജോലിയുടെ ആവശ്യത്തിനാണ്. ശരി, കയറ്. വലിയ ഉപകാരം സാറേ.
എന്നാ പേര്? സണ്ണി. ഓ, നിങ്ങളുടെ പേര് സണ്ണി എന്നാണോ? അതെന്താ, ചേട്ടൻ്റെ പേരും സണ്ണി എന്നാണോ? അതെ. ക്രിസ്ത്യാനിയാണല്ലേ? യെസ്. എവിടാ വീട്? ആലപ്പുഴ. ഓ, ആലപ്പുഴ ക്രിസ്ത്യാനിയാണല്ലേ? ആലപ്പുഴ ക്രിസ്ത്യാനിയോ? അല്ല, കോട്ടയം തൃശ്ശൂർ ക്രിസ്ത്യാനികൾക്ക് ഒരു ഇതുള്ളൂ. ഇതോ? എന്തിത്? ഈ ഒരു തലെടുപ്പേ. ഞാൻ കോട്ടയംകാരനാ. ശരിയാ. കർത്താവായ ഈശോ നേരിട്ട് ഇറങ്ങി വന്ന് മാമോദിസ നോക്കിയത് നിങ്ങളെ അല്ലയോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ എത്ര നാളായി വന്നിട്ട്? 1.5 വർഷമായി സാർ. എന്നാ ജോലി? ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൂപ്പർവൈസറാണ് സാർ. എന്നാ കിട്ടും? അത്യാവശ്യത്തിന് ജീവിച്ചു പോകാനുള്ളത് കിട്ടും സാർ. എന്നാലും 3000 റിയാൽ സാർ. ഓ, അതുപോരാ. അതുകൊണ്ട് എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ജീവിക്കുന്നുണ്ട് സാർ. കഷ്ടിച്ച് ജീവിക്കാന്നേ ഉള്ളൂ. എത്ര കിട്ടിയാലും പോരാ എന്നുള്ളത് ഒരു തരം രോഗമാണ് സാർ, മാനസിക രോഗം. എന്തോ എനിക്കതില്ല, ഞാൻ തൃപ്തനാണ്. നല്ലവണ്ണം ഉപസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. സാലറി ഒക്കെ കൂട്ടിക്കെട്ടും. നോയമ്പെടുത്തു. പണത്തെ വെറുക്കാൻ പഠിപ്പിച്ച ദൈവത്തോട് പണത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും സാർ? നിരീശ്വരവാദിയാണോ? അല്ല സാർ, എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവം എല്ലാം നടത്തിത്തരുമെന്ന് വിശ്വാസമുള്ള ഒരു വിശ്വാസിയാണ് സാർ. അതുകൊണ്ട് പ്രാർത്ഥിക്കരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് നേടിയതൊക്കെ വെറും 1500 റിയാല് ജീവൻ തുടങ്ങിയത് ഇവിടെ. ഇന്നെൻ്റെ ശമ്പളം 20,000 റിയാലാണ്. എന്നിട്ടും താങ്കൾക്കത് തികയുന്നുണ്ടോ സാർ? പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അനുഭവമാണ് സാർ. ദൈവം സദാ കൂടെയുണ്ടെന്നുള്ള അനുഭവം, ദൈവത്തോട് സദാ കൂടെ ആയിരിക്കുക എന്ന അനുഭവം. അങ്ങനെയാവുമ്പോൾ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാവില്ലേ സാർ? താൻ പറയുന്ന വെറും വിട്ടിത്തമാണ്. തനിക്ക് വിവരമില്ല. ഈ കണ്ട പ്രാർത്ഥനയെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ചുമ്മാതാണ്. പ്രാർത്ഥനകൾ മന്ത്രങ്ങളാണ് സാർ. അത് യോഗ്യതയോടുകൂടി ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണ്. 10,000 പറയുടെ ധാന്യം കരുതി വെച്ച് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച അതിന് എന്ത് യോഗ്യതയാണുള്ളൂ സാറേ? എങ്കിൽ പിന്നെ പള്ളിയും പട്ടക്കാരനൊന്നും വേണ്ടല്ലോ. ദേവാലയങ്ങൾ ആത്മീയ ഭോജനം നൽകപ്പെടേണ്ട ഇടമാണ്. അത് ലൗകിക സുഖങ്ങൾ വിൽക്കപ്പെടുന്ന ഇടമല്ല. താനെന്താ എന്നെ പഠിപ്പിക്കുവാണോ? ഒരിക്കലല്ല സാർ. പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. വളരെ നല്ലതാണ് സാർ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ സാർ, വിശന്നു വലഞ്ഞവനെ ഒരു കഷ്ണം അപ്പം കൊടുക്കുമോ, അതോ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവനെ മടക്കി അയക്കുമോ? നമ്മേക്കാൾ മുൻപേ ദൈവം അവനെ കണ്ടതുകൊണ്ടാണ് അത് നൽകാൻ ചുമതലപ്പെടുത്തിയവൻ്റെ മുൻപിലേക്ക് അവൻ എത്തപ്പെട്ടത്. സാർ, നമുക്ക് പോകാം സാർ. സാർ, ദാ കാണുന്ന ബസ്സിൻ്റെ പുറകിൽ ഒന്ന് നിർത്താമോ സാർ? ആ കാണുന്ന ക്യാമ്പില്ലേ സാർ, അവിടെയാണ് എൻ്റെ മുറി. സാർ, എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഒന്ന് എടുക്കണം. ഇപ്പം തന്നെ തിരിച്ചു വരാം. ഒരു 5 മിനിറ്റ്. വേഗം വരണം. ആരാണ്? ഈ സണ്ണി. ആരാ റസാക്കെ? അല്ല, നിങ്ങളിവിടെ? ഇതാ ഇപ്പം നന്നായേ. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാ സണ്ണി. ഞാൻ ഒരു സണ്ണി അന്വേഷിച്ചു വന്നു. അല്ല, അപ്പൊ നിങ്ങളെ തന്നെ അന്വേഷിച്ചിറങ്ങിയതാ? റസാക്കെ, മിണ്ടാതെ പോ. സണ്ണി, താൻ കയറിയിരിക്കടോ. റസാക്കെ, ആ കസേര ഇങ്ങെടുത്തോ. റൂമിന് തീരെ സ്ഥലമില്ല സണ്ണി. ആരെങ്കിലും വന്നാലേ അതെടുക്കുകയുള്ളൂ. ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് സണ്ണി എന്ന് പറയുന്ന പയ്യൻ എൻ്റെ വണ്ടിക്ക് കയറി. ഇവിടെ എത്തിയപ്പോൾ പാസ്പോർട്ട് എടുക്കണം, 5 മിനിറ്റിനുള്ളിൽ വരാമെന്നും പറഞ്ഞ് പോയിട്ട് ഇപ്പം ഏതാണ്ട് 1/2 മണിക്കൂറായി.
റസാക്കെ, ഒരു ചായ ഇങ്ങെടുത്തോ. സണ്ണിയോ? അങ്ങനെ ഒരാൾ ഈ ബിൽഡിങ്ങിലില്ല. ഇവിടെ 19 മുറിയുണ്ട്. പക്ഷേ അതിലാകെ 2 എണ്ണത്തിലെ മലയാളികളുള്ളൂ. ഒന്നിതും ഒന്നിതിനപ്പുറത്തും. പക്ഷെ സണ്ണി എന്ന് പറയുന്നൊരു മലയാളി ഇവിടെ ഉള്ളതായിട്ട് അറിവില്ല. ഇവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതല്ലേ? ഇവൻ്റെ ജോലിക്കാരെന്തായി? കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്നും പക്ഷെ ശരിയായിട്ടില്ല. ഇവിടെ നിങ്ങൾ എത്ര പേരാണ്? ഇവിടെ ഞങ്ങളിപ്പോൾ 5 പേരാ. അതിലിപ്പോൾ 2 പേർക്കേ പണിയുള്ളൂ. ഒന്നെനിക്കും പിന്നെ മാമച്ചെന്ന് പറയുന്ന ഒരു ആലപ്പുഴക്കാരനും. അവനിവിടെ ഇല്ല, ജോലിക്ക് പോയിരിക്കുക. ഇപ്പം വരും. പിന്നെ ഉള്ളത് അവനാ, അവൻ്റെ പേര് നിർമ്മൽ. ഇത് റസാക്ക്. ഓൻ്റെ പണി അത് തന്നെയാ, ഉറക്കേ. അവൻ ഉറങ്ങിക്കോട്ടെ റസാക്കേ. എല്ലാ വിഷമവും മറക്കാൻ അതും ഒരു മരുന്നാ. കെട്ടിക്കേറി വന്ന പെണ്ണിന് ഇപ്പോൾ ഉള്ള വീട് പോരാന്ന് വന്നപ്പം പണയം വെച്ചും കടം വാങ്ങിയും ഇവൻ നാട്ടിലൊരു വീട് വെച്ചു. വീടിൻ്റെ കയറിക്കൂടൽ കഴിഞ്ഞ് 4-ാം ദിവസം അമ്മയുള്ള വീട്ടിൽ ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞ് പെണ്ണ് വീട് വിട്ടിറങ്ങി. ഇപ്പം വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുക. പടച്ചാൻ്റെ കൃപ കണ്ട് ഞമ്മക്ക് വലിയ സങ്കടമൊന്നും ഇല്ലാട്ടാ. 6 വർഷമായി നാട്ടിൽ പോയിട്ട്. ഇതിനിടയ്ക്ക് വാപ്പ മരിച്ചിക്കണ്, പോകാൻ പറ്റിയില്ല. ഉമ്മ മരിക്കുമ്പോഴെങ്കിലും പോണമെന്നുണ്ട്. ഇതാണ് മാമച്ചൻ. ശരീരം പോലെ തന്നെ വലിയ മനസ്സാണ് ഇവൻ്റേത്. ഇവൻ്റെ തടി ഇന്ന് ഞങ്ങൾക്കൊരനുഗ്രഹമാണ്. ഇവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഉച്ചയ്ക്ക് പൊതിച്ചോറ് കിട്ടും. ഇവൻ പോയി 2 എണ്ണം വാങ്ങി ഇവിടെ കൊണ്ടുവരും. എല്ലാവരും വിചാരിക്കുന്നത് അത് അവന് തിന്നാനാന്നാ. ഇവിടെ കൊണ്ടുവന്ന ഞങ്ങളെല്ലാവരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിക്കും. ഇത് സണ്ണി, നമ്മുടെ നാട്ടുകാരനാ. മാമച്ച, നീ കഴിച്ച് കിടന്നോ. രാവിലെ 3 മണിക്ക് പോണതാണേ. ആരാ നാട്ടിൽ പോകുന്നത്? പോവാനുള്ള ആള് പോയി, പക്ഷെ നാട്ടിലോട്ടല്ലാന്ന് മാത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആള് മയ്യത്തയക്കണ്. ഒരാഴ്ചയായി. സാധാരണ രാവിലെ മാമച്ചൻ ജോലിക്ക് പോകാൻ എഴുന്നേൽക്കുമ്പം അവനും എഴുന്നേക്കാറുള്ളതാ. അന്ന് എഴുന്നേറ്റില്ല. വീട്ടിൽ മകളുടെ കല്യാണം സംബന്ധിച്ച് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ പുള്ളി ആരോടൊക്കെയോ കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി കണക്ക് കൂട്ടിയതുപോലെ പൈസ റോളായില്ല. ഒരുപാട് പേരെ ഗൾഫിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് ഈ ജോസഫേട്ടൻ. പക്ഷെ ഒരാവശ്യം വന്നപ്പോൾ ആരും ഓരെ സഹായിച്ചില്ല. ബോഡി ഇപ്പോഴും ഇവിടെ മോർച്ചറിയിലാണ്. പലരും പല വഴിക്ക് ശ്രമിച്ചിട്ടും പേപ്പറൊന്നും നീങ്ങുന്നില്ല. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇയാളിപ്പോ എവിടെയാ? സണ്ണി, എടോ സണ്ണി, താനിത് എവിടെ പോവാ? ഇവിടെ നിക്കടോ. ജോസഫേട്ടാ, വീട്ടിലെ അവസ്ഥ ആകെ മോശം. എങ്ങനെയെങ്കിലും അടുത്ത വർഷം വരുമ്പോൾ ഒരു വിസ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? താൻ വിഷമിക്കണ്ടോ സണ്ണി. അടുത്ത വരവന് തനിക്ക് ഞാൻ എന്തായാലും ഒരു വിസ കൊണ്ടുവരുന്നു.